കുവൈത്തിൽ പ്രമേഹ രോഗം ഗുരുതരമായ ആരോഗ്യ വെല്ലുവിളിയായി മാറുന്നതായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ഇതിനകം രോഗബാധിതരായെന്നാണ് പുതിയ കണക്കുകൾ. രാജ്യത്ത് പ്രമേഹ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കുവൈറ്റ് ഡയബറ്റിസ് സൊസൈറ്റി ചെയർമാനും മുബാറക് അൽ കബീർ ആശുപത്രിയിലെ ഇന്റേണൽ മെഡിസിൻ വിഭാഗം മേധാവിയുമായ ഡോക്ടർ വലീദ് അൽ ദാഹിയാണ് ആശങ്കാജനകമായ വിവരങ്ങൾ പുറത്തുവിട്ടത്. നിലവിൽ ജനസംഖ്യയുടെ 25% പേർക്ക് പ്രമേഹം ബാധിച്ചിട്ടുണ്ടെന്നും 2050ഓടെ ഇത് 30% ഉയരുമെന്നുമാണ് പ്രവചനം. 1990കളിൽ ഇത് വെറും 7% മാത്രമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. 60 വയസ്സിന് മുകളിലുള്ളവരിൽ 3-2 പേർക്ക് പ്രമേഹം ബാധിച്ചിട്ടുണ്ടെന്നും ശാരീരിക നിഷ്ക്രിയത്വം, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, പുകവലി, ജനിതക പ്രവണത എന്നിവയാണ് പ്രധാന കാരണങ്ങളെന്നും ഡോക്ടർ വ്യക്തമാക്കി. രോഗം നേരത്തെ കണ്ടെത്താൻ 40 വയസ്സിന് മുകളിലുള്ളവർ വർഷത്തിലൊരിക്കൽ HbA1c അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് പരിശോധന നടത്തണമെന്ന് വിദഗ്ധർ നിർദ്ദേശിച്ചു. ആധുനിക ഗ്ലൂക്കോസ് നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ പ്രമേഹ നിയന്ത്രണത്തിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ രംഗത്ത് പൊതുജനാരോഗ്യ അവബോധം വർദ്ധിപ്പിക്കുകയും നേരത്തെയുള്ള പരിശോധനകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് പ്രമേഹത്തെ ചെറുക്കുന്നതിൽ നിർണായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മീഡിയ 1 കുവൈറ്റ്.